യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. പുതിയൊരു പ്രഭാതത്തിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും നമ്മുടെ കാതുകൾ കൊണ്ട് കേട്ടുകൊണ്ടും ദൈവത്തോടൊപ്പം ദൈവവചനത്തോടൊപ്പം നമ്മുടെ ഈ ദിവസം തുടങ്ങുവാൻ കർത്താവ് അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം 37-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, ലോകം നിന്നെ നോക്കിക്കൊള്ളൂ എന്നല്ല പറഞ്ഞ്, നിൻ്റെ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ നിന്നെ നോക്കിക്കൊള്ളൂ എന്നല്ല പറഞ്ഞ്. കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം മുഴുവനും ഏൽപ്പിക്കുന്നതെങ്കിൽ അവിടുന്ന് ദൈവം നിന്നെ നോക്കിക്കൊള്ളും. ഈ വചനം നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര ഭാരപ്പെട്ട ജീവിതമാണ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും, ഇന്ന് അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അവിടുന്ന് എന്നെ പരിപാലിക്കുമെന്ന്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. കർത്താവിന് കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന, നിങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നു മുതൽ മരണം വരെ ദൈവം നോക്കിക്കൊള്ളുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.